അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമുക്ക് മക്കൾക്ക് സുഖമാണ്. നല്ല വെയിൽ കണ്ടാ. പിന്നെ ഉപ്പാൻ്റെ സർജറി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ബുധനാഴ്ച ആയിരിക്കും ഉപ്പാക്ക് അവിടെ ചെന്ന് ചുമയൊക്കെ കൂടി. ഇപ്പോഴത്തെ അന്തരീക്ഷവും ചൂടല്ലേ, ചെറിയ ചുമയുണ്ടായിരുന്നു. അപ്പോൾ ഈ കഫം പെട്ടെന്നായിപ്പോയി. അപ്പോൾ ഇനി ബുധനാഴ്ചത്തേക്ക് പറഞ്ഞിരിക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം. നിങ്ങൾ ദുആ ചെയ്യണം. എങ്ങനെയുണ്ട് നിങ്ങളുടെ നോമ്പൊക്കെ പോകണം? എങ്ങനെ ചൂടൊക്കെ ഉണ്ടാ? തിരുവനന്തപുരത്തൊക്കെ ഇന്നലെ മഴ പെയ്തു എന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ ടൈലിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നിങ്ങളെ കാണിക്കാമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ പറ്റിയില്ല. ഇത് നമ്മുടെ തറ ഫ്ലോറ് പണിയാണ് കേട്ടോ. തറേൻ്റെ ടൈലാണ്. പിന്നെ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ തിട്ട ഇങ്ങോട്ടാണ്. ഇത് നമ്മുടെ തിട്ട, പിന്നെ സ്ലാവില്ലേ അടുപ്പിൻ്റെ അവിടെ ഒക്കെ ഇടാനുള്ള ടൈലാണ്. അതായത് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇത് ഏതാണ് എടുത്തതെന്ന് ഞാൻ കാണിച്ചു തരാം. കളറ് മിശ്രമോൾ പോയാണ് കാണിച്ചു തരാം. ഏത് ടൈലാണ് എടുത്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോഴും നമ്മൾ റൂമിലും ഹാളിലും എല്ലാം വേറെ ടൈലായതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ പല കളറാക്കണ്ട. അപ്പോൾ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട, അതായത് ഒരു റേറ്റിൻ്റെത് തന്നെ 5ഉം 6ഉം മോഡൽ കാണും. ഇതിപ്പം ഇതിൻ്റെ തന്നെ പല മോഡലുണ്ട്. അപ്പം ഇത് ഇപ്പം അടുക്കളയിൽ ഇത് തന്നെയാണ്. തറയിലെ ഫ്ലോർ ഇത് തന്നെയാണ് തറ. പിന്നെ തിട്ടപ്പുറം ഇത് തന്നെയാണ്. പിന്നെ സ്ലാവിൻ്റെ പുറം ഇത് തന്നെയാണ്. വൈറ്റും ഒരു കട്ട വൈറ്റും ഒരു കട്ട മറ്റേ ഫ്രൂട്ട്സ് ഇരിക്കുന്നത്, അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ അടുക്കളയിലെ വർക്കൊന്നും ആയിട്ടില്ല. ഇത് നമുക്ക് സക്കാത്ത് കിട്ടിയ അരിയാണ് കേട്ടോ. അൽഹംദുലില്ലാ. പിന്നെ അടുപ്പിൻ്റെ പണിയും തറപ്പണിക്കൊക്കെ കോൺക്രീറ്റ് ഇങ്ങനെ ചെയ്തിട്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതാ കണ്ട അടുപ്പ്. ഇത് ഇവിടെയും കൂടെ ടൈലൊട്ടിച്ച് സിങ്കും കൂടെ വെച്ചത് നമ്മൾ സിങ്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ. പിന്നെ നോമ്പായതുകൊണ്ട് ചെറിയൊരു സംസാരത്തിനൊരു പവർ കുറവുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വാപ്പായും ഉമ്മായും ഇല്ലാത്തൊരു നോമ്പ് കുറിപ്പ് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഒറ്റപ്പെടലിൻ്റെ വേദന, മുത്തുമോൻ്റെ കരച്ചിലൊക്കെ വരുമ്പം നമ്മുടെ കണ്ണ് ഓട്ടോമാറ്റിക്ക് നിറയും. പിന്നെ ഈ മാർച്ച് 28 നമ്മുടെ പൊന്നോള ജന്മദിനമാണ്. അന്ന് നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ അത് നടക്കും. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മസ്റുമോളെ എല്ലാവർക്കും നോമ്പുണ്ടായില്ലേ? പിന്നെ നമ്മുടെ നാട്ടിൽ വീണ്ടും ഒരു കൊലപാതകമല്ല, ആത്മഹത്യ. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ നാവായിക്കുളം എത്തെന്ന് പറഞ്ഞാൽ പുന്നോടുന്ന് നാവായിക്കുളം പോകാൻ 40 രൂപ ഓട്ടോക്കൂലി, 40 അല്ലെങ്കിൽ 60 അത്ര ഓട്ടോക്കൂലിയുള്ളൂ. ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തു. നല്ല രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. 29 വയസ്സുള്ള ആളുമായിട്ട് അടുപ്പം വരുന്നു. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ എന്ത് പറ്റി പടച്ചോനെന്ന് അറിഞ്ഞുകൂടാ. നമ്മളാരും ആ കുട്ടി അങ്ങനെ ചെയ്ത എന്തിന്, ഈ കുട്ടി ഇങ്ങനെ ചെയ്ത എന്തിനെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്കും മക്കളുണ്ട്. നമ്മളും ഈ കാലഘട്ടം കഴിഞ്ഞിട്ട് വന്നവരാണ്. ടീനേജ് പ്രായം എന്ന് പറഞ്ഞാൽ അവരെന്തും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പടച്ചോനെ റഹ്മാനെ ഈ ലോകത്ത് നടക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ കല്ലമ്പല ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ കുട്ടികളെ കഴിവതും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരോട് കുറേ നേരം ഇരിക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രാധാന്യം. പിന്നെ വേറെന്തൊക്കെയാണ്? നമുക്ക് നോമ്പിന് സ്പെഷ്യൽ പള്ളിയിൽ കഞ്ഞി മസ്റുമോൾ മേടിക്കാൻ പോവും. പിന്നെ മോളും കൂടെ കഞ്ഞി മേടിക്കാൻ പോവും. പിന്നെ മസ്റുമോൾ പോകണം. പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കാണും. പിന്നെ ചോറാണ് നമ്മൾ കഴിക്കുന്നത്. കാപ്പിയൊന്നും നമ്മൾ ഉണ്ടാക്കില്ല. പിന്നെ വേറെ എന്തൊക്കെയാണ്? മോളങ്ങ് അപ്പുറത്ത് പോയി. നാത്തൂന് ഞാനും മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ജോലിയൊക്കെ നേരത്തെ ഒതുക്കി. വാപ്പാരെയും ഉമ്മാരെയും സർജറി കാര്യം, വാപ്പാൻ്റെ സർജറി കാര്യം വരുമ്പോൾ ഉമ്മാക്കും നോമ്പൊക്കെ ആയതുകൊണ്ട് വലിയ സങ്കടവും പ്രയാസവുമാണ്. എന്ത് ചെയ്യാൻ പറ്റും പടച്ചോനെ? അസുഖങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. പിന്നെ ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് എനിക്ക് മുന്നേ ഉള്ളൊരു അക്കൗണ്ടാണ്. അത് ഞാൻ ഓപ്പണാക്കി ഇട്ടുണ്ട്. കാരണം ഈ വീഡിയോസ് അങ്ങോട്ടെടുത്ത് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. പിന്നെ ടൈൽ വർക്കിന് വന്ന് സിമൻറ്റും കൂടെ എടുത്താൽ മതി. അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ പണി അൽഹംദുലില്ലാ റാഹത്തായി. പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ ഇത്തിരി വൈറ്റും കൂടെ അങ്ങ് അടിച്ചാൽ വീടിൻ്റെ പണിയെല്ലാം കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ ബേക്കിൽ നിന്ന് ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട്. ഈ റമളാന് സ്വന്തം വീട്ടിൽ നിന്ന് നോമ്പ് പിടിക്കണമെന്നുണ്ടായിരുന്നു. അത് അള്ളാഹു നിറവേറ്റി തന്ന്. പിന്നെ
മുത്തുമ്മൻ കൂടെ കൂടെ. അതുകൊണ്ട് ആഹാരമൊന്നും കഴിക്കുന്നില്ല. 5 വട്ടമാണ് ഉച്ചയ്ക്ക് ചോറ് തിന്നത്. മോനെ രാത്രി ഞാൻ പറഞ്ഞു മസ്റുമോളെ അവനെയും കൊണ്ട് ഇങ്ങ് വാ, നമുക്ക് ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞില്ല, ഉപ്പച്ചീരെ റൂം വിട്ട് ഞാൻ എങ്ങും പോകില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അവനെ അവിടെ തന്നെ മസ്റുമോളെയും കൂടെ വിട്ടുകൊടുത്തു. ഞാനും പൊടിയും കൂടെ ഇവിടെ കിടന്നു. അത്രയ്ക്ക് മക്കൾക്ക് സ്നേഹമാണ്. ഉപ്പാന്ന് പറഞ്ഞാൽ മക്കൾ മരിക്കും. ഇന്നും മോള് രാവിലെ എണീച്ചിട്ട് ഉമ്മച്ചി ഉപ്പച്ചി എപ്പോൾ വരും ഉമ്മ, ഷായിദാമ്മ എപ്പോൾ വരും ഉമ്മ എന്നാണ് മക്കൾ ചോദിക്കുന്നത്. ഇവിടെ ഉണ്ടെങ്കിൽ വാപ്പ ഇവിടെ ഉണ്ടെങ്കിൽ ഓടി ഓടി വരും കയറി. ഒരു പുരയിടത്തിൽ ഇതോ ആ കാണുന്ന അവിടെയാണ് വീട്. ഒരു പുരയിടത്തിൽ തന്നെയാണ് 2 വീട്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയുള്ള കാലം ഇങ്ങോട്ട് അങ്ങനെ മുന്നോട്ട് പോട്ടെ. പിന്നെ റമദാനൊക്കെയാണ്, എല്ലാവരും ദുആ ചെയ്യണം. എന്തെങ്കിലും ആരുടെടുത്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. പിന്നെ വേറെ നമുക്ക് പെരുന്നാളിന് ഡ്രസ്സ് എടുപ്പൊന്നുമില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ അൽഹംദുലില്ലാ ഉണ്ട്. അതുകൊണ്ട് ഈ പെരുന്നാൾ ഉപ്പാക്കും വയ്യാത്തതുകൊണ്ട് അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കില്ല. പിന്നെ ഇനി ഇത്തിരി കിടക്കും. പിന്നെ തുണി എഴുവൽ, മക്കളെ കുളിപ്പിക്കലൊക്കെ വൈകിട്ടത്തെ പരിപാടിയാണ്. വെയിലെന്ന് പറഞ്ഞാൽ അത് കഠിനം. എല്ലാവരും പറഞ്ഞ് തെങ്ങും തൈയൊക്കെ വയ്ക്കണം. ഉപ്പ തണ്ട വാഴയൊക്കെ നട്ട് നോക്കിയാണ് വാഴക്കൊലയൊക്കെ പാപ്പം അതിന് വാഴ ചെറുതും കൊല എങ്ങനെ ആയതുകൊണ്ട് എപ്പോൾ മുട്ടൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് പോയത്. അല്ലാ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഉപ്പാണ് പെരയിടത്തിൽ എപ്പോഴും ഇറങ്ങി ജോലിയൊക്കെ ചെയ്യുന്നത്. എപ്പോഴും പറയും തെങ്ങും തൈ വെക്കുക. ഞാൻ പറഞ്ഞു മഴ പെയ്യട്ട് വാപ്പ. അപ്പോൾ വാപ്പ പറഞ്ഞ് മഴ പെയ്തിട്ട് ഇൻഷാ അല്ലാ വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എന്ത് നല്ല ചൂടെന്ന് നോക്ക്. അതുകൊണ്ട് നമ്മൾ കഴിവതും കുട്ടികളെ പോലും ആരും പുറത്തേക്കൊന്നും വിടരുത്. പിന്നെ ഇന്നത്തെ ഈ 2025 വർഷം അടിപൊളിയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ പരിസരങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് മരണം. ആ കുട്ടി മരിച്ച് 10ാം ക്ലാസ് വരെ പഠിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളൊക്കെ എന്ന് വെച്ചാൽ അപ്പോഴാണ് ഈ ടീനേജിൻ്റെ ഏറ്റവും കൂടുതൽ അവർ കുസൃതിയിലോട്ട് പോണ സമയമാണ്. ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ റഹ്മാനെ രക്ഷപ്പെട്ട്. അപ്പോൾ മക്കൾക്ക് ദുഃഖം ഉണ്ടാവുന്ന മക്കളുടെ വിഷമങ്ങൾ എന്താണ്, അവരെ ഈ ഇൻസ്റ്റഗ്രാമാണ് ഭയങ്കര വിഷയം. അതൊക്കെ ഒന്ന് കുട്ടികളിലൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അവർക്ക് ദേഷ്യം, രക്ഷകർത്താക്കൾ പെൺകുട്ടികൾ തന്നെ നാട് വിട്ട് പോണ സമയമാണ് ഇപ്പം. അപ്പം ഇൻഷാ അല്ലാ നിങ്ങൾ ദുആ ചെയ്യണം. നമുക്ക് മക്കളുള്ളതാണ്, കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. ആ കുറ്റങ്ങളൊക്കെ നികത്തി അവരുടെ അടുത്ത് ഒന്ന് തിരുത്തി കൊണ്ടുവന്നാൽ അവർ ഓക്കെ ആവും. ഇതൊക്കെയാണ് ഞാനൊക്കെ വന്ന അനുഭവമാണ് പറയുന്നത്. കാരണം തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരില്ല. നമുക്കും ആ സമയത്ത് നമ്മൾ വിചാരിക്കും ഒരു വീട്ടുകാർ സ്നേഹിക്കുന്ന സ്നേഹമല്ല വലുത്, അവർ തരുന്ന സ്നേഹമാണ്. പക്ഷേ അതല്ല, വീട്ടുകാരുടെ സ്നേഹമാണ് യാഥാർത്ഥ്യം. ആ മരണം കല്ലമ്പലത്തിലാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ഇംഗ്ലീഷ് മീഡിയത്തിലെങ്ങാണ്ട CBSE ഇംഗ്ലീഷ് മീഡിയത്തിലും എങ്ങാണ്ട പഠിക്കുന്ന കുട്ടിയെങ്ങാണ്ടാണ് 29 വയസ്സുള്ള. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, എല്ലാം പോയില്ലേ. ഇതൊക്കെയാണ് നമ്മുടെ കാലഘട്ടം ഇന്നത്തെ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം. മക്കളെ ഇഷ്ടങ്ങളെല്ലാം അംഗീകരിക്കാം. പിന്നെ പൈസ കൈകാര്യം അതൊന്നും ചെറുതിലേ കടയിൽ കൊടുത്ത് സാധനം മേടിക്കാൻ തന്നെ 2 രൂപ നീ മുട്ടായി മേടിച്ചു കേട്ടാ. അന്നത്തെ കാലം അല്ല അന്ന് നമ്മൾ 2 രൂപയാണ് ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ മക്കൾ 100 രൂപയാണ് ആവശ്യപ്പെടുന്നത്. 10 രൂപയുടെ സാധനത്തിന് 100 രൂപയത് വേണമെന്ന് പറയും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.